അപ്പോൾ സിദ്ധാർത്ഥന്റെ മകൻ നന്ദനാണ് എൻ്റെ പുതിയ ശത്രു. ശക്തിയുള്ള ശത്രു വന്നാലേ നമ്മളും കൃത്യമായിട്ട് ഒരുങ്ങും. മോളെ, നിന്റെ ഫോൺ അടിക്കുന്നു. ആരെ നോക്കിയമ്മേ? നിന്നെ വീട്ടിലേക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയതാണോ? പെട്ടെന്ന് ജാതകം വാങ്ങിക്കൊണ്ട് വരണോന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുക നീ? ഞാൻ ദേവികയുടെ അമ്മയാ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ എന്റെ മോളോട്? മാന്യത പഠിപ്പിക്കാൻ വരുന്നു? നിങ്ങളുടെ മാന്യത എന്താന്നൊക്കെ എനിക്കറിയാം. അഷ്ടിക്ക് വകയില്ലാത്തവര് കാശുള്ള വീട്ടിലെ പിള്ളേരെ വലവീശി പിടിക്കുമെന്ന് തെളിയിച്ച കുടുംബമല്ലേ നിങ്ങളുടേത്? എന്റെ മോള്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അവളെ അവിടെ തന്നെ നിർത്തിക്കോ. അല്ല, ഹലോ, ആരമ്മേ? നന്ദന്റെ അമ്മയാ. അയ്യോ, എന്നെ കാണാത്തോണ്ട് വിളിച്ചതാവും അമ്മ. സംസാരിച്ചോണ്ടിരുന്നപ്പോ അവര് കട്ട് ചെയ്തു. ഞാൻ വേഗം ചെല്ലാന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. അതിന്റെ ദേഷ്യമാവും. നിന്നോട് അവരെങ്ങനെയാ പെരുമാറുന്നത്? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? നല്ല രീതിയിലാ പെരുമാറുന്നേ. എന്തേ? അതെനിക്ക് മനസ്സിലായി. ഞാൻ ചെല്ലട്ടെ അമ്മേ, ജാതകം എടുക്കാണേ. അയ്യോ, ആന്റി ആണല്ലോ. ഹലോ ആന്റി. നിനക്ക് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ലേ? ദാ ഇറങ്ങൂ ആന്റി. അല്ല, താല്പര്യമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നാ മതി. ഞാൻ വരുവാ. ഞാൻ ഇറങ്ങും അമ്മേ. മോളെ പോട്ടെ. സിദ്ധു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിന് ഇന്ന് എന്തോ ഒരു സന്തോഷം തോന്നുന്നു. നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ചെറിയ വിഷമങ്ങളൊക്കെ ഇന്നുകൊണ്ട് തീരുമെന്നൊരു തോന്നല്. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ വരവ് പലതിനും പരിഹാരം ഉണ്ടാക്കുമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്. ആശുപത്രി കിടന്നപ്പോ എന്തൊക്കെയോ ഒരു വെപ്രാളം മനസ്സിൽ വന്നു. അപ്പൊ ഈശ്വരനായിട്ട് തോന്നിപ്പിച്ചതാ ആശ്രമത്തിൽ പോവാനും സ്വാമിയെ കാണാനും. ദേവിക എത്തിയമ്മേ? ഇല്ല, പെട്ടെന്ന് വരണോന്നൊക്കെ പറഞ്ഞാലും അമ്മയുടെ അടുത്തേക്കല്ലേ പോയത്. പെട്ടെന്ന് വരാൻ പറ്റുമോ? അവൾ അങ്ങനെ വൈകില്ലമ്മേ. ഇവിടുത്തെ സീരിയസ്നെസ് അറിയാലോ. ഞാൻ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. അമ്മയോടൊരു മകൾക്കുള്ള സ്നേഹത്തെപ്പറ്റി പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായില്ല. ഈയിടെയായിട്ട് ഞാൻ പറയുന്നത് പലതും എന്റെ മോൾക്ക് ക്ലിയർ ആവുന്നില്ല. സിദ്ധുവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ അച്ഛനും അമ്മയും ഏത് കാര്യവും ചെയ്യുന്നത്. നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാനാ ആ വിവാഹം നടത്തിയത്. പക്ഷേ നിർഭാഗ്യം, ഒരു താളം തെറ്റൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അതിന്റെ ഒരു ദേഷ്യവും നിനക്ക് എന്നോടുണ്ട്.
അത് മനസ്സിൽ വെച്ചിട്ടാ നീ എന്തിനും ഏതിനും എന്നെ എതിർക്കുന്നത്. സിദ്ധു, ഞാനിപ്പോ ഇവൾക്കൊരു ശത്രുവിനെ പോലെയാ. ജന്മം തന്ന അച്ഛനമ്മയും തന്നെയാ എനിക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും വലുത്. എന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് ഇനി ചന്ദ്രോത്തിൽ മറ്റാർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് അമ്മയുടെ ചില തീരുമാനങ്ങൾ എനിക്ക് എതിർക്കേണ്ടി വരുന്നത്. ദേവികയും നന്ദനും ജീവിച്ചോട്ടെ അമ്മേ. അവരുടെ താലികെട്ട് കഴിഞ്ഞു. നാട്ടിലെ പലരും അറിഞ്ഞു കഴിഞ്ഞു അവര് ഭാര്യയും ഭർത്താവുമാണെന്ന്. നന്ദനാണെങ്കില് ദേവിക ജീവനെ പോലെ സ്നേഹിക്കുന്നത്. അവരെന്തിനെ പിരിക്കാൻ നോക്കുന്നത്?